നമസ്കാരം. ഇനി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഇപ്പോൾ ഈ രീതിയിൽ പ്രതികരിച്ചത്. ഇവർ ഇങ്ങനെ പ്രതികരിക്കാൻ എന്താണ് കാരണം എന്നറിയാമോ? അത് കുറച്ച് അവിശ്വസനീയമായ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അവിശ്വസനീയമെന്ന് ഞാൻ പറയാൻ കാരണം, കേരളത്തിൽ നമുക്കറിയാം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്, പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണ്, UDF ആണ്. ഇവിടെ BJP എന്ന പാർട്ടിക്ക് ഒരു MLA പോലുമില്ല. അവർക്ക് ആകെ ഒരു MP ആണുള്ളത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി. പക്ഷേ ഒരു MLA പോലുമില്ലാത്ത ഒരു പാർട്ടി ഇവിടെ ഒരു അദാലത്ത് നടത്തുന്നു. അതായത് കേരളത്തിൽ അദാലത്ത് നടത്തുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ധർമ്മടത്ത് നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആളുകൾ പോയി പരാതി പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു അതിശയോക്തിയല്ല കേട്ടോ. അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ പോയി ആളുകൾ ഒരു MLA പോലുമില്ലാത്ത പാർട്ടിയുടെ മുന്നിൽ ഈ പരാതിയും കൊണ്ട് ചെല്ലുന്നു. വീടില്ല, കക്കൂസില്ല, വെള്ളമില്ല, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് എന്ന് ഓർക്കുക. ഇവിടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് മുഖ്യമന്ത്രി. ദാരിദ്ര്യമില്ല, നമ്പർ 1 ആണെന്ന് തള്ളിമറിക്കുകയാണ്. അതേ കേരളത്തിൽ ധർമ്മടം എന്ന മണ്ഡലത്തിൽ മാത്രം ഇത്രയേറെ ആളുകൾ കക്കൂസില്ല, വീടില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് ചെല്ലണമെങ്കിൽ യാഥാർത്ഥ്യം എത്രയോ വലുതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് ആ അവിശ്വസനീയമായ കാഴ്ചയിലേക്ക് പോവാം. ഓർക്കുക, ഒരു MLA പോലുമില്ലാത്ത പാർട്ടി നടത്തിയ അദാലത്തിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് വന്ന ആളുകളുടെ എണ്ണമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ കേരളം ഭരിക്കുന്നത്. അമ്മേ, എന്താ ഉള്ളത്? ഒന്നുമില്ല. കുടിവെള്ളം ഉണ്ടോ? ഇല്ല. കക്കൂസുണ്ടോ? ഇല്ല. വീടുണ്ടോ? ഇല്ല. നമ്മളെ സ്ഥലം ആളുള്ള ഫാമിലി കിട്ടിയിട്ട് അതിന്റെ അകത്ത് ആനന്റെ ശല്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് വേറെ സ്ഥലം വേണം. ഇതൊന്നും നടപ്പിൽ ഇന്നും വരെയായിട്ടില്ല. സർക്കാരിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതിന്റെ മുന്നിൽ മാറി മാറി മന്ത്രിമാര് വന്നിട്ട് ഞമ്മക്കൊന്നും തരുന്നില്ല, കേൾക്കുന്നില്ല നമ്മളെ ഭർത്താനൊന്നും. ഞമ്മക്ക് കക്കൂസും ഇല്ല, കുടിവെള്ളം ഇല്ല, കണ്ടില്ല. കാര്യമായിട്ട് കുടിവെള്ളം വേണ്ട. കുടിവെള്ളമില്ല, മെയിനായിട്ട് കുടിവെള്ളം. കുടിവെള്ളം എല്ലാരും കുടിവെള്ളം അല്ലേ? വീട് ചോരുന്നുണ്ട്. മലവെള്ളം നമ്മൾ കുടിക്കുന്നു. മുഖ്യമന്ത്രിയോട് പറയാൻ തരുന്നു. മുഖ്യമന്ത്രിയുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നോ? അവരോടെല്ലാം പറഞ്ഞു. എന്നുവെച്ചാൽ അപേക്ഷ കൊടുക്കുന്ന വേസ്റ്റ് ഹോട്ടലിൽ ഒരു തള്ളുവാ. ഏത് പഞ്ചായത്ത് ഏതാ? പേരാവൂർ പഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിൽ. വാർഡ് എത്ര? 2-ാം വാർഡ്. വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ കാല് പിടിച്ചല്ലേ വോട്ട് ചോദിച്ചേ? അങ്ങനെ ആക്കിയിട്ട് പോയിട്ട് ഇപ്പം പിന്നെ തലേ തുണിയിട്ട് കിടക്കുവാണ്. ഇപ്പൊ നിങ്ങൾ അവരുടെ കാല് പിടിക്കണം പോയി. വോട്ട് ചോദിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നപ്പം അവര് നിങ്ങളുടെ തൊഴുത് വന്ന് അവരെ കാര്യം മാത്രം നോക്കണം. നമ്മളത് അങ്ങ് വേസ്റ്റ് കൊട്ട പോലെ അങ്ങ് തള്ളിക്കളയാം. ഒരാഴ്ച മുന്നേ വന്ന് എത്തിപ്പെടും വോട്ടിനാകുമ്പോ. അത് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണ്ടേ? നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയില് ധർമ്മടം പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ്. ഇവിടെ ഒരു അദാലത്ത് നടക്കുവാണ്. എത്ര പട്ടിണി പാവങ്ങളാണെന്നറിയാവോ? ഇതേ കണക്ക് ഈ അദാലത്തും കൊണ്ട് ഈ അപേക്ഷയും കൊണ്ട് ഇവിടൊക്കെ കയറി ഇറങ്ങുന്ന അറിയാവോ? നാണക്കേടാണ്. പിണറായി വിജയനാണ് നാണക്കേട് ഇതിന്റെ. ആർലഫാം പുനരധിവാസ മേഖലയിലെ ആനയുടെ പ്രശ്നം. ആനശല്യമാണോ? ആനശല്യം. ഇതിനു മുമ്പ് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. കളക്ടർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റമില്ല. ഇല്ല. ആനശല്യം മെയിൻ. ആനശല്യമുണ്ട്. ഒന്നും കിട്ടുന്നില്ല. എല്ലാ സാധനം നശിപ്പിച്ച് കളഞ്ഞു. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. രാത്രിയല്ല പകലും ഇറങ്ങാൻ പറ്റില്ല. നമ്മളെ കുട്ടികളെല്ലാം പേടിച്ചു പറിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ആനമതിലെന്ന് പറഞ്ഞ് വിവിധ ഗവൺമെന്റുകൾ വരും, പദ്ധതികൾ വെക്കും, ഫണ്ടുകൾ നീക്കി വെക്കും. ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഫണ്ടുകൾ ഇഷ്ടംപോലെ മാറ്റി വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. അത് വിവിധ ആളുകളുടെ കയ്യിലെത്തുന്നോ അതോ എന്താണെന്നറിയില്ല. 17 പേരെ ആന ആക്രമിച്ചു കൊന്നു. എന്നാലും ഇതുവരെയും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ ആ ആർല ഫാമിലേക്ക് വന്നു. ഈ ഒരു കാര്യത്തിനായിട്ട് ഒന്നും ഇത്രയും ആളുകൾ മരിച്ചിട്ട് ഒരാൾ വന്നിട്ടും ഇല്ല. അതുകൊണ്ട് ഇനി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ചുരുക്കി പറഞ്ഞാൽ, സ്വന്തം മണ്ഡലത്തിലെ, അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും ഇത്രയേറെ ആളുകൾക്ക് വെള്ളമില്ല, കക്കൂസില്ല, വീടില്ല എന്നത് ഒരു വസ്തുതയാണെങ്കിൽ ഇനി കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് ശരിക്കും മലയാളിയുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങൾ എത്ര കോടികൾ ചെലവഴിച്ച് PR വർക്ക് നടത്തിയിട്ടും കാര്യമില്ല. ഒരു പക്ഷേ എന്താ കൂടുതൽ പറയുക, നമ്മളൊന്നും കാണാത്ത ഒരു കേരളം കൂടി ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടി നടത്തിയ അദാലത്തിൽ ഇത്രയേറെ ആളുകൾ വന്ന് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പരാതി ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം അതിലുമൊക്കെ എത്രയോ വലുതായിരിക്കണം.